4 മാസം പ്രായമുള്ള കുഞ്ഞിനെ 12കാരി കിണറ്റിലെറിഞ്ഞു കൊന്നു. വളവട്ടം പോലീസ് സ്റ്റേഷനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലാണ് ഈ സംഭവം. തമിഴ്നാട്ടുകാരിയെ മുത്തുവിൻ്റെയും അക്കമ്മയുടെയും മകള്. ആ കുട്ടിക്ക് 4 മാസം പ്രായമായി. ആ മുത്തുവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ് 12 വയസ്സുള്ള ഒരു പെങ്കൊച്ച്. ചേട്ടൻ്റെയും അനിയൻ്റെയും വാത്സല്യം മുഴുവൻ ഈ 12 വയസ്സുകാരിക്കായിരുന്നു. ചേട്ടനും അനിയനും പാപ്പിനിശ്ശേരിയിലെ ജോലിക്കാരായി വന്ന തമിഴ്നാട്ടുകാരാണ്. അവിടെ ജോലി ചെയ്യുകയാണ്. ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് 2 പേരും ചേട്ടനും അനിയനും താമസിക്കുന്നത്. ജ്യേഷ്ഠനും അനിയനും അവരുടെ ഭാര്യമാർക്കും ആകെയുള്ള കൊച്ച് ഈ പെങ്കൊച്ചാണ് 12 വയസ്സുകാർ. കുറേ വർഷങ്ങളായിട്ട് ഇതിനെ പൊന്നോമന പോലെ ലാളിച്ച് അവർ ഓമനിച്ച് വളർത്തിക്കൊണ്ട് വന്നപ്പോൾ ഒരു പുതിയ കുഞ്ഞിൻ്റെ ജനനം ഉണ്ടായി. 4 മാസം പ്രായമുണ്ട് കൊച്ചിന്. കഴിഞ്ഞ ദിവസം കൊച്ചിനെ രാത്രി അമ്മ ഉണർത്തിക്കിടത്തി അക്കമ്മയുടെ കൂടെ കിടന്ന കൊച്ചിനെ കാണാനില്ല. അവർ ചാടി എഴുന്നേറ്റ് ബഹളം വെച്ചു. ഉറക്കത്തിൽ തൻ്റെ കൂടെ പായി കിടന്നതാണ്. അവരന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് കൊച്ചിനെ എടുത്ത് 12 വയസ്സുകാരി അതിനടുത്തുള്ള കിണറ്റിലിട്ടിരിക്കുന്നു. രാത്രി തന്നെ അവർക്ക് മനസ്സിലായി. പോലീസും പാർട്ടികളൊക്കെ വന്ന് കുട്ടിയുടെ ബോഡി പുറത്തെടുത്തു. ഇതൊരു കൊലപാതകമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രതി ആര്? അങ്ങനെയാണ് 12 വയസ്സുകാരിയിലേക്ക് ശ്രദ്ധ പോയത്. അവൾക്ക് ഈ പുതിയ കൊച്ചിൻ്റെ ജനനം പിടിച്ചില്ല. തന്നോട് കാണിച്ച സ്നേഹങ്ങളെല്ലാം ഈ പുതിയ കൊച്ചിൻ്റെ പുറത്തേക്കായി. അതിനെ ഉമ്മ കൊടുക്കുന്നു, അതിനെ എടുത്തുകൊണ്ട് നടക്കുന്നതൊക്കെ അതിൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല, തൻ്റെ അപ്പനും അമ്മയും. തനിക്കൊരു പ്രാധാന്യം ആ വീട്ടിലില്ല. അത് ഈ പുതിയ കൊച്ചിൻ്റെ ജനനം കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് രാത്രി ഉറങ്ങിക്കിടന്ന അമ്മയുടെ അടുത്തുനിന്ന് ഇവള് ആ കൊച്ചിനെ എടുത്തുകൊണ്ടേയി കിണറ്റിക്കൊണ്ടേയിട്ടു. കിണറിന് ചുറ്റുമതിലും ഒക്കെ ഉണ്ട്. കൊച്ച് തന്നെ നീന്തി അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഇതൊരു കൊലപാതകമാണെന്ന് വളവട്ടണം പോലീസിന് ആദ്യം പോലെ അറിയാം. പക്ഷേ പ്രതി ആര്? അന്വേഷണത്തിൻ്റെ അവസാനമാണ് മനസ്സിലാകുന്നത് 12 വയസ്സുകാരിയാണ് പ്രതിയെന്ന്. കൊലപാതകം ചെയ്തത് 12 വയസ്സുകാരി. കൊച്ചിനെ എടുത്തുകൊണ്ടേ ഇട്ടു എന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. കൊച്ചു മനസ്സല്ലേ, അതുകൊണ്ട് അത് കുറ്റമാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ആ കൊച്ചു മരിക്കുമോ ഇല്ലയോ എന്ന് പോലും അതിനറിയില്ല. അതിൻ്റെ മാനസിക വളർച്ച അത്രയേ ഉള്ളൂ. ഇന്ത്യൻ പീനൽ കോഡിൽ അല്ലെ നമ്മുടെ BNS 7 വയസ്സുകാരൻ എന്ത് മർഡർ ചെയ്താലും ഇന്ത്യയിൽ കുറ്റമല്ല. കാരണം അവർക്കൊന്നും തിരിച്ചറിവ് അറിയില്ല. അതിന് ദൂഷ്യവശം അറിയില്ല, അതിന് നല്ല വശം അറിയില്ല, ഒന്നും അറിയില്ല. അതുകൊണ്ട് 7 വയസ്സിനകത്തുള്ള ആരെങ്കിലും ഇന്ത്യയിൽ ഒരു മർഡർ ചെയ്താലും അറിവില്ലാതെ കത്തിയെടുത്ത് വേറെ ആളെ കുത്തുക, അയാൾ മരിച്ചു പോവുക, അല്ലെങ്കിൽ കുഞ്ഞു കൊച്ചിനെ കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതുപോലെയുള്ള മെച്യൂരിറ്റി ഇല്ലാത്ത 7 വയസ്സുകാരൻ ചെയ്യും. അതുകൊണ്ടാണ് അപ്പനും അമ്മയും കൂടെ കൊച്ചിനെ കൊണ്ട് നടക്കുന്നതും കൂടെ സഞ്ചരിക്കുന്നതും. എപ്പോഴും വീട്ടിനകത്ത് എല്ലാവരുടെയും ശ്രദ്ധ ആ കുഞ്ഞു കൊച്ചിൻ്റെയിലാണ്. കാരണം എപ്പോഴാണ് ഇത് ഡിസപ്പിയർ ചെയ്യുന്നത്, എങ്ങോട്ട് പോകുന്നു ഒന്നും അറിയില്ല. നമുക്കറിയാം, വീട്ടിനകത്തുനിന്ന് അടച്ചിട്ടിരിക്കുന്ന വീടിനകത്തുനിന്ന് വാതിൽ തുറന്നാൽ ഇറങ്ങി റോഡിലേക്ക് ഓടുന്ന കുട്ടികളെ അറിയാം. റോഡിലേക്ക് ഓടിയാൽ കഴിഞ്ഞാൽ വാഹനം ഇടിച്ച് പല കുട്ടികളും മരിച്ചിട്ടുണ്ട്. അവർക്ക് അറിവില്ല, അവർക്ക് തിരിച്ചറിവായില്ല. അവർക്കെപ്പോഴും ആ വീടിനകത്തുനിന്ന് വെളിയിലോട്ട് ഓടണം. സൗകര്യം കിട്ടിയാൽ അവർ തന്നെ വാതിൽ തുറന്ന് ഇറങ്ങിപ്പോവും, രാത്രിയിലും പോവും. അതുകൊണ്ടാണ് അപ്പനും അമ്മയും കൂടെ ഈ കുഞ്ഞു കൊട്ടുങ്ങളെ കൂടെ കിടത്തും, വാതിലടച്ച് കുറ്റിയിടും. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഉറങ്ങിക്കിടന്ന അമ്മയുടെ കൂടെ ഉറങ്ങിക്കിടന്ന കൊച്ചിനെയാണ് കാണാതെ പോയത്. പെട്ടെന്ന് അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്ത് കുട്ടിയില്ല. അവർ വെള്ളം വെച്ചു, വീടെല്ലാം അന്വേഷിച്ചു, നോക്കി. അന്നേരം ഈ 12 വയസ്സുകാരി ഉണർന്നിരിപ്പുണ്ട്. അതുകൊണ്ടാണ് സംശയം തോന്നി. അവസാനം കൊച്ചിനെ ചോദ്യം ചെയ്തപ്പം താനാണ് എടുത്ത് ഇട്ടത് എന്ന് പറഞ്ഞു. എന്തായാലും ഇന്ത്യൻ പീനൽ കോഡിനനുസരിച്ച്, ഇന്ത്യയുടെ BNS അനുസരിച്ച് 7 വയസ്സിനകത്തുള്ള എന്ത് കുറ്റകൃത്യം ചെയ്താലും, ഏത് മർഡർ ചെയ്താലും അവരെ നമുക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം തിരിച്ചറിവില്ല. അതുപോലെ തന്നെ 7 വയസ്സിനും 12 വയസ്സിനും അങ്ങനെയുള്ള കുട്ടികളും ചെയ്യുന്ന പ്രവൃത്തികൾ, കൊലപാതകമൊക്കെ ചെയ്യും. പക്ഷെ തിരിച്ചറിവ് അറിയില്ല. ഇവിടെ ഇപ്പം 12 വയസ്സിനകമുള്ളൊരു കുട്ടിയാണ് ഈ ചെയ്തത്. അതുകൊണ്ട് അത് നിയമപരമായി അതിനെ അറസ്റ്റ് ചെയ്യാനോ അതിനെ ജൂനിയർ ജസ്റ്റിസിൻ്റെ മുമ്പിൽ കൊണ്ടുപോകാനോ ഒന്നും കഴിയില്ല. ഇന്ത്യൻ പീനൽ കോഡിൽ നേരത്തെ ഉള്ളതിനകത്ത് 82 എന്ന വകുപ്പിലാണ്, അല്ലെങ്കിൽ BNS 20. ഇപ്പോൾ ഈ കുട്ടിക്ക്
7നും 12നും ഇടയ്ക്കുള്ള വയസ്സ് കുട്ടിയായതുകൊണ്ട് BNS 21 പഴയ ഇന്ത്യൻ പീനൽ കോഡിൽ 83. അത് കുറ്റകരമല്ല. അപ്പം 12 വയസ്സിനകത്ത് ഏത് കുട്ടിയും എന്ത് മർഡർ ചെയ്താലും ഏത് കുറ്റം ചെയ്താലും വീട് തീ വെച്ചാലോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊന്നാലോ ഒന്നും കുറ്റകരമല്ല ഇന്ത്യയിൽ. കാരണം തിരിച്ചറിവ് അറിയില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതുപോലെയുള്ള കുട്ടികൾ എല്ലാ വീട്ടിലും, നല്ല വീട്ടിലെയും മോശം വീട്ടിലെയും ക്രിമിനൽസിൻ്റെ വീടുകളിലുള്ള കുട്ടികൾക്കും നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന നമ്മൾ കരുതുന്ന ആളുടെ വീട്ടിലൊക്കെ കുട്ടികളുടെ മനസ്സെല്ലായിടത്തും ഒരുപോലെ തന്നെ. അതിന് വലിപ്പ ചെറുപ്പമില്ല. അതിന് ലക്ഷറി ഉള്ള വീട്ടിലായാലും ശരി, ഒന്നുമില്ലാത്ത വീട്ടിലായാലും കുട്ടികളുടെ ചിന്തയെല്ലാം തുല്യമാണ്. അവർക്ക് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അപ്പോൾ ആ കൊച്ചുങ്ങളുടെ മനസ്സ് അങ്ങനെയാണ്. അതുകൊണ്ട് 12 വയസ്സിനകത്ത് ചെയ്യപ്പെടുന്ന ഇതുപോലുള്ള കുറ്റങ്ങൾക്ക് ഇന്ത്യയിൽ നിയമവിധേയമായി അവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് IPC സെക്ഷൻ 82, 83 അത് പറയുന്നത്. BNS 20, 21 അത് പറയുന്നുണ്ട്. ഇവിടെ പാപ്പിനിശ്ശേരിയിലെ ഈ കുട്ടിയെ എടുത്ത് കിണറ്റിലിട്ട 12 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, ആ കൊച്ചാണ്. അപ്പോൾ അതൊരു കുറ്റമായിട്ട് കണക്കാക്കാൻ ഒക്കില്ല. കാരണം വളപട്ടണം പോലീസിന് അതറിയാം. അവരതനുസരിച്ച് മുന്നോട്ട് പോകുള്ളൂ. കൊച്ചിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അതിനൊരു കൗൺസിലിംഗ് കൊടുക്കാനും പ്രായമായിട്ടില്ല. അതുകൊണ്ട് ഇത് സാധാരണ എല്ലാ വീട്ടിലും സംഭവിക്കാം. നമ്മുടെ വീട്ടിലും ആരുടെ വീട്ടിലും ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് കുട്ടികളെ 12 വയസ്സിനകം വരെയുള്ള കുട്ടികളുടെ ശ്രദ്ധ വേണം എല്ലാവരും. കാരണം ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അത്തരത്തിലുള്ള കുട്ടികളാണ്. അതുകൊണ്ട് 6, 7 കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് 12 വയസ്സിന് മുകളിലോട്ട് വരും. 18 വയസ്സിനാകും വരെ അവരും ചൈൽഡാണ്, കുട്ടികളാണ്. എങ്കിലും കുറച്ച് അവർക്കൊക്കെ ജൂവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പരിധിയിലോട്ട് വരും 12 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്ക്. അങ്ങനെ ചെയ്യുന്ന കുറ്റങ്ങൾ നമുക്കിപ്പോൾ അറിയാം. അവിടെ വയനാട്ടിൽ അവിടെ ഒരു മൈനറായ കുട്ടികൾ വേറൊരാളെ കൊന്നു. അതൊക്കെ ജൂവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചാണ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ജൂവനൈൽ ജസ്റ്റിസിൻ്റെ അവരുടെ ക്യാമ്പിലേക്ക് കുട്ടികളെ റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വരുന്ന കുട്ടികളെ പലപ്പോഴും അവരെ ജാമ്യം കൊടുത്ത് മാതാപിതാക്കളെ ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഈ പാപ്പിനിശ്ശേരിയിലുണ്ടായ ഈ സംഭവം നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കാരണം അതിന് അറിവില്ല ആ കുട്ടിക്ക്. നമ്മുടെ വീടുകളിൽ എപ്പം വേണമെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് പുതിയ കുട്ടികളുടെ ജനനം എപ്പോഴും ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ 24 മണിക്കൂർ ആൾ വേണം. അതിൻ്റെ കൈ വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ എന്നൊക്കെ അതിനെ കൊഞ്ചിച്ചൊക്കെ നമ്മൾ ഇരിക്കുമ്പം അതിൻ്റെ അടുത്തിരിക്കുന്ന ഇതിൻ്റെ മൂത്ത കുട്ടികൾക്ക് അതിനോട് അസൂയ തോന്നാം. കാരണം അതിനെ കൂടുതൽ ലാളിക്കുന്നു, തങ്ങളെയാണ് ലാളിക്കേണ്ടത്, തങ്ങൾക്ക് ലാളനം നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആ പിഞ്ചു മനസ്സിലോട്ട് കയറുമ്പോഴാണ് ഇതുപോലെയുള്ള മർഡറൊക്കെ ഉണ്ടാകുന്നത്. അത് കുറ്റമായിട്ട് ഇന്ത്യയിൽ വരില്ല. എന്നാൽ തന്നെയും ശ്രദ്ധ എപ്പോഴും മാതാപിതാക്കളെ 12 വയസ്സുള്ള അകമുള്ള കുട്ടികളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ എപ്പോഴും രാത്രിയും പകലും ഒരുപോലെ വേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയാണ് പല അപകടങ്ങളിൽ നിന്നും പല വീട്ടിൽ നിന്നും കുട്ടികളെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. പിന്നെ വീടുകളിലൊക്കെ നമുക്കറിയാം, കാർ ഓടിക്കുന്നവരും അവർ മുൻവശം നിൽക്കുന്ന കാണാം കാർ വീട്ടിൽ നിന്ന് ഇറക്കുമ്പം, പക്ഷേ പിന്നിലോട്ട് പോവും. അത് വേറൊരു ബുദ്ധി പോയി കാർ റിവേഴ്സ് എടുക്കുമ്പോൾ തൻ്റെ സ്വന്തം കൊച്ചിനെ അപ്പം കൊന്നതായിട്ട് അല്ല അപ്പൻ്റെ കാർ കയറിയതായിട്ടൊക്കെ ധാരാളം ലൈനിൽ തന്നെ നമ്മൾ കാണുകയാണ്. അതീവ ശ്രദ്ധ മാതാപിതാക്കൾക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണം. കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ വളരെയധികം ആവശ്യമായ ഘടകമാണ്. അത് 18 വയസ്സ് വരെ ആ ശ്രദ്ധ തന്നെ വേണം. നമ്മളിപ്പം കണ്ടല്ലോ, ഡ്രഗ്സിലോട്ടൊക്കെ നമ്മൾ കുട്ടികൾ സഞ്ചരിക്കുന്ന കണ്ടില്ലേ. അവരെ അധികം കുറ്റപ്പെടുത്താൻ പറയില്ല. അത് മാതാപിതാക്കളും സമൂഹത്തിലുള്ളവരും സാറന്മാരും ഒക്കെ കുറ്റക്കാരായിട്ട് നമ്മൾ പറയുന്നതിൻ്റെ കാരണം അവർക്ക് മെച്യൂരിറ്റി പാകത ആകാത്ത മനസ്സായതുകൊണ്ടാണ്.